ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് കൂട്ടുകാരെ, ഞാനിന്നിവിടെ ചിക്കൻ സ്റ്റൂ, അതായത് എളുപ്പത്തിലുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1/2 കിലോ ചിക്കൻ എടുത്ത് നല്ലതുപോലെ ഒന്ന് കഴുകി ചെറുതാക്കി അരിഞ്ഞ് നമുക്കൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഇതിനകത്തേക്ക് 2 ഉരുളക്കിഴങ്ങ് ഞാൻ ചേർക്കുന്നുണ്ട്. അതും നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഒരു 1/4 വേവാകുമ്പോഴേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വേകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതായത് 2 വിസിലാണ് ഞാൻ പിന്നെ അടുപ്പിച്ചത്. ഇതിലേക്ക് ആവശ്യമുള്ള ഒരു വലിയൊരു സവാള, ഒരു 3 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളി, പിന്നെ കറി മസാല പൗഡർ മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും. നമുക്ക് കുറച്ച് നട്ട്സും പിന്നെ കിസ്മസും ആവശ്യമുണ്ട് ഇതിലേക്ക്. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മസും നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ ചട്ടിയിൽ തന്നെയാണ് ഞാൻ സ്റ്റൂ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പില, എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഉണ്ടായിരുന്നല്ലോ, അതും പിന്നെ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറി മസാല പൗഡർ ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒരു മൂത്ത മണം വരുമ്പോഴേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും ഉരുളക്കിഴങ്ങും ഉണ്ടായിരുന്നല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കി കൂട്ടിയിട്ട് അതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് എന്താണെന്നോ, ഗോതമ്പ് പൊടി 1 ടീസ്പൂൺ അല്പം വെള്ളത്തിൽ എടുത്ത് കലക്കി ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. മൈദപ്പൊടി ഇട്ടാൽ ചിലപ്പോഴൊക്കെ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി ഇട്ടിരിക്കുന്നത്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് ഒരു 3 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, ഒരു 1/4 ഭാഗത്തോളം അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി ഉപ്പും ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ അതിന് ശേഷം ഒരല്പം പഞ്ചസാര ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റൂവിൽ അല്പം നേരിയ മധുരം വേണമല്ലോ. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള പാലും കൂടെ, തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് പിന്നെ അതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, കിസ്മസ് അതെല്ലാം ഇട്ട് പിന്നെ ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇട്ടൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഈ തക്കാളിയൊക്കെ ഒരു 1/4 ഭാഗം വേവായി വന്നിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് നമുക്ക് അതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതെല്ലാം നല്ല പാകമായിട്ടിരിപ്പുണ്ട്. അതായത് നമ്മുടെ എളുപ്പത്തിലുള്ള ചിക്കൻ സ്റ്റൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബ്രെഡാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ബ്രെഡിൻ്റെ കൂടെയാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.